എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. kannur.university.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ admission.kannur.university.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് UG അഡ്മിഷൻ എന്നുള്ളത് എടുത്ത് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 31-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ 4 ഇയർ ഡിഗ്രി കോഴ്സാണ്, അത് നാല് വർഷ ഡിഗ്രി കോഴ്സാണ് ഇപ്പോൾ നിലവിൽ പ്രവേശനം നടത്തുന്നത്. 3 വർഷം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തിന് ശേഷം ആവശ്യമെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിൽ ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ സെൽഫ് ഫിനാൻസിങ് അൺഎയ്ഡഡ് കോളേജുകളിലെ 2024-25 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള BA അഫ്സൽ ഉലമ പ്രോഗ്രാം ഉൾപ്പെടെ ഏകജാല സംവിധാനം വഴിയുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് 31-ാം തീയതിയാണ് ഈ ഒരു അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോഗ്രാം പൂർത്തിയാക്കുന്നതിനായിട്ട് 3 ഓപ്ഷൻസ് ആണ് ലഭ്യമായിട്ടുള്ളത്. 3 വർഷ ബിരുദ പ്രോഗ്രാം പ്രവേശനം നേടി 3-ാം വർഷം പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൻ്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് അത് പൂർത്തിയാക്കുകയാണെങ്കിൽ 3 വർഷ ബിരുദ കോഴ്സ് അതായത് ബിരുദ ലഭിക്കുന്നതായിരിക്കും. പ്രവേശനം നേടി 4-ാം വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് 2 ഓപ്ഷനുകൾ ലഭ്യമാണ്. അപ്പോൾ 4-ാമത്തെ വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് 4 വർഷ ബിരുദം അതായത് ഓണേഴ്സ് ഡിഗ്രിയാണ്. അപ്പോൾ 4 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത 4 വർഷത്തെ ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 4 വർഷ ബിരുദം അതായത് ഓണേഴ്സ് വിത്ത് റിസർച്ച്, ഗവേഷണ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 4 വർഷ UG ഹോണേഴ്സ് റിസർച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്രസ്തുത ഡിഗ്രി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 31-ാം തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ, ചില വിവരങ്ങൾ ഒഴികെയുള്ള അപേക്ഷകർക്ക് തന്നെ സൗജന്യമായിട്ട് തിരുത്താവുന്നതാണ്. അപേക്ഷകർക്ക് തിരുത്താൻ സാധിക്കാത്തവ ഇമെയിൽ അയക്കേണ്ടതാണ്. ഇമെയിൽ ID എന്ന് പറയുന്നത് ugstrablius@kannur.ac.in എന്നുള്ളതാണ്. തെറ്റായിട്ട് അടക്കുന്ന ഫീസുകൾ റീഫണ്ട് ചെയ്യുന്നതല്ല. അതുപോലെ DD ചെക്ക്, ബാങ്ക് ചലാൻ, SBI കളക്ട് മുഖേനയുള്ള പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SC ST PWD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. അതർ കാറ്റഗറിയിലുള്ളവർക്ക്, അതായത് ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയിലും അതുപോലെ തന്നെ മറ്റേത് കാറ്റഗറിയിലും ഉൾപ്പെടുന്നവർക്ക് 600 രൂപയാണ് ഫീസ് വരിക. 27-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് അതായത് ഈ ഒരു 31-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകളൊക്കെ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾക്ക് അതായത് റിസർവേഷനുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ OBC അതുപോലെ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവേഷനായിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും, SC ST വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റും, കാസ്റ്റ് അല്ല കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, അതുപോലെ ജനറൽ കാറ്റഗറിയിലുള്ള EWS വിഭാഗക്കാർ EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ള റിസർവേഷനുകൾ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ കോളേജ് ഡീറ്റെയിൽസും അതുപോലെ പ്രോഗ്രാം ഡീറ്റെയിൽസുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ BA അറബിക്, അതുപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിഗ്രി അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് ലിസ്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി നിങ്ങൾക്ക് അറിയാനായിട്ട് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ BSc കെമിസ്ട്രീൻ്റെ അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അത് ഏതൊക്കെ കോളേജുകളിലാണ് ആ ഒരു കോഴ്സുകൾ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും, അത് സെൽഫ് ഫിനാൻസ് കോളേജാണോ അല്ലെങ്കിൽ എയ്ഡഡ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജാണോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ സെൽഫ് ഫിനാൻസിലുള്ള ഫീസായിരിക്കും ഉണ്ടാവുക. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എയ്ഡഡ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കുറഞ്ഞ ഫീസായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എയ്ഡഡ് കോളേജുകളിൽ ഉണ്ടാവുക. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൂടുതൽ ഫീസ് സെമസ്റ്ററുകൾക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിരവധി BSc കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ BBA ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കോഴ്സ് ഉണ്ട്.
അതുപോലെ BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതായത് നിങ്ങൾക്ക് BBA പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏവിയേഷൻ മേഖലയിൽ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു കോഴ്സൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സുകൾ ഉള്ള അതായത് എല്ലാം സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്, അപ്പോൾ ആ ഒരു കോഴ്സും വന്നിട്ടുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ കോളേജസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കോളേജസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കോളേജിന് ലോഗിൻ ചെയ്യാനുള്ള പേജായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് മാറിപ്പോയി. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകൾ അഡ്മിഷൻ വേണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് BA അറബിക് കോഴ്സ് എടുക്കാം. സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ ഗവൺമെൻറ് കോളേജിലും കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ, അതായത് ഓരോ കാറ്റഗറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളാണ് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. BA ഇംഗ്ലീഷ് എടുക്കാൻ, കാരണം അതാണ് കൂടുതൽ കോളേജിൽ സാധാരണഗതിയിൽ ആ BA ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറേ കോളേജ് ഉണ്ട്. അപ്പോൾ ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും, അത് ജനറൽ കാറ്റഗറിയിൽ, അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റ് കാറ്റഗറിയിലൊക്കെ ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ അവസാനത്തെ റാങ്ക്, ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് 4th അലോട്ട്മെൻറ്റുള്ള ആ ഒരു റാങ്ക് ഡീറ്റെയിൽസാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ലാസ്റ്റ് റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും ഓരോ കോഴ്സിലും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഓരോ ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഓരോ ചാമ്പ്യൻഷിപ്പുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സുകളും അതിൻ്റെ എലിജിബിലിറ്റിയും നൽകിയിട്ടുണ്ട്. അതായത് ഓരോ കോഴ്സും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റിയാണ് വേണ്ടത് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ കോഴ്സുകളും ഈ ഒരു രീതിയിൽ ഡീറ്റെയിൽസ് നോക്കാം. BCom ഫിനാൻസ് ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഓരോ കോളേജ് അനുസരിച്ചിട്ടും അതിൽ ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു കാര്യങ്ങൾ മാറും. അതായത് ഓരോ കോളേജുകൾ അനുസരിച്ചും ആ ഒരു കോഴ്സ് കോമ്പിനേഷനിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് ഡീറ്റെയിൽസ്, ആ ഒരു ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കേണ്ട ആ ഒരു ഫീസ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ഓരോ കോളേജിലും ഓരോ കോഴ്സിന് എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് ഓരോ കോഴ്സിലുള്ളത് എന്നുള്ളതൊക്കെ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക്, അതായത് ജസ്റ്റ് ഒന്ന് നീക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകൾ ഓരോ കോഴ്സുകൾക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സീറ്റുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോളേജിലൊക്കെ, അതായത് എയ്ഡഡ് കോളേജുകളിലൊക്കെ മാനേജ്മെൻറ്റ് സീറ്റുകൾ എക്സ്ട്രാ വേറെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ട് അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.